2008 ഏറനാട് മണ്ഡലം നിലവിൽ വന്നതിനു ശേഷം നടന്ന ആദ്യ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 11,000 വോട്ടിന്റെ ഭൂരിപക്ഷത്തിന് UDF വിജയിച്ചു. 5 വർഷം മണ്ഡലത്തിൽ നടപ്പാക്കിയ വികസന പ്രവർത്തനങ്ങൾ ഉയർത്തിക്കാട്ടി PK ബഷീർ വീണ്ടും UDFനു വേണ്ടി വോട്ട് തേടുന്നു. 7 വലിയ പാലങ്ങൾ, വിവിധ കുടിവെള്ള പദ്ധതികൾ, ആഢ്യൻപാറ ജലവൈദ്യുത പദ്ധതി തുടങ്ങിയവയാണ് പ്രധാന പ്രചരണായുധങ്ങൾ. ഭൂരിപക്ഷം വർദ്ധിക്കുമെന്നാണ് സ്ഥാനാർത്ഥിയുടെ പ്രതീക്ഷ. എല്ലാ അർത്ഥത്തിലും പ്രത്യേകിച്ച് ഗ്രാമീണ മേഖലയിൽ ഒരുപാട് അടിസ്ഥാന സൗകര്യങ്ങൾ, വികസന കാര്യങ്ങൾ നടത്താൻ എൻ്റെ കഴിഞ്ഞ 5 കൊല്ലത്തെ പ്രവർത്തനങ്ങൾ കൊണ്ട് സാധിച്ചിട്ടുണ്ട്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിനേക്കാളും വളരെ ആവേശത്തിലാണ് വോട്ടർമാരും ജനങ്ങളും. കഴിഞ്ഞ തവണ ഇടതുമുന്നണി സ്ഥാനാർത്ഥിയായിരുന്ന CPIയുടെ അഷ്റഫ് കാളിയത്തിന് മണ്ഡലത്തിൽ ലഭിച്ചത് 2700 വോട്ട് മാത്രം. CPM വോട്ടുകൾ മുഴുവൻ സ്വതന്ത്ര സ്ഥാനാർത്ഥി PV അൻവറിന് ലഭിച്ചതാണ് കാരണം. ഇത്തവണ മുന്നണി ഒറ്റക്കെട്ടാണെന്ന് LDF അവകാശപ്പെടുന്നു. ആരോഗ്യ, കാർഷിക, തൊഴിൽ മേഖലകളിലെ പ്രശ്നങ്ങൾ ഉന്നയിച്ചാണ് പ്രചാരണം. തദ്ദേശ തെരഞ്ഞെടുപ്പിലെ മുന്നേറ്റവും ഊർങ്ങാട്ടിരി, കാവന്നൂർ തുടങ്ങിയ പഞ്ചായത്തുകളിൽ മുസ്ലിം ലീഗിലുള്ള ഭിന്നതയും വോട്ടാക്കി മാറ്റാമെന്നാണ് ഇടതുമുന്നണിയുടെ കണക്കുകൂട്ടൽ. ഇടതുപക്ഷത്തിന് പുറമെ മുസ്ലിം ലീഗിനകത്തുള്ള അതൃപ്തി, മുഴുവൻ ജനങ്ങളുടെയും അതൃപ്തി, കോൺഗ്രസുകാരുടെ അതൃപ്തി എല്ലാം വോട്ടായി മാറും. അങ്ങനെ ഈ ഏറനാട് മണ്ഡലത്തിനകത്ത് ഒരു വലിയൊരു ഭൂരിപക്ഷത്തോടു കൂടി നമുക്ക് വിജയിച്ചു വരാൻ സാധിക്കും എന്ന് തന്നെയാണ് ഞങ്ങളുടെ ഉറച്ച വിശ്വാസം. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ 10,000-ലധികം വോട്ട് നേടിയതിന്റെ ബലത്തിൽ BJPയുടെ KP ബാബുരാജ് മത്സരിക്കുന്നു. SDPI, BSP സ്ഥാനാർത്ഥികളും മത്സരരംഗത്തുണ്ട്. K. ഇല്യാസ്, മീഡിയ 1, മലപ്പുറം.